അതെ, രണ്ട് ചേരുവ മാത്രം മതി. വാന്നേ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാലോ. ആർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ. നമ്മൾ ചക്ക വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത്. എങ്ങനെ നോക്കാല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൂഴച്ചക്ക എന്ന് പറയും, അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് പഴഞ്ചക്ക എന്നാ കേട്ടോ. ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. അതാവുമ്പോൾ കുറച്ച് മധുരം കൂടുതൽ ഉണ്ടാവും. അത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. തണുത്ത 2 കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിൽ ഒരിക്കലും ഐസിന്റെ കട്ടയൊന്നും ഉണ്ടാവരുത് കേട്ടോ. പാല് പോലെ ആയിരിക്കണം, എന്നാൽ തണുപ്പും ഉണ്ടാവണം. അത് 1 മിനിറ്റിൽ താഴെ മാത്രം അടിച്ചെടുക്കുക. ആ സമയത്ത് ഇത് നല്ല കട്ടിയായി വരും. ഇനി വേറെ പണിയൊന്നുമില്ല, രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആ ചക്കയും ഈ ക്രീമും നല്ല പോലെ മിക്സ് ആയിട്ട് വരണം കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുക. ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒട്ടും തണുപ്പ് നേരിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ചക്ക ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ ഈ ചക്ക ഐസ്ക്രീം. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.